വെൽക്കം ഫ്ലിപ്പി വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സുമായിട്ടാണ്. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ, ഫേസ് വാഷ്, അങ്ങനെ ചില പ്രൊഡക്ട്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ എൻ്റെ മോയ്സ്ചറൈസറാണ്. ഫസ്റ്റ് എക്കോളജിക്കൻ്റെ ഗ്ലോ പ്ലസ് ജെല്ലോ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ പപ്പായ, വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ യുണീക്ക് വാട്ടർ ലോക്ക് ടെക്നോളജി ഉണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ വളരെ നല്ല ജെൽ പോലെ ഒരു യെല്ലോ കളറിൽ നല്ലൊരു മോയ്സ്ചറൈസർ. അത് നമ്മൾ മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ നല്ലത്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ഗ്ലോ നമുക്ക് കിട്ടും. എല്ലാ സ്കിൻ ടോണും ഒരുവിധം ചെയ്യും. പ്രത്യേകിച്ച് ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ ഓയിലി സ്കിൻ ടോണിനൊക്കെ നന്നായി സ്യൂട്ടാവുന്നതാണ്. ഇതിൻ്റെ കുറേ റേഞ്ചസ് ഉണ്ട് എക്കോളജിക്കൻ്റെ. നിങ്ങളുടെ സ്കിൻ ടോണിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ഞാൻ വാങ്ങിയിരിക്കുന്ന ഈ ഗ്ലോൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് എക്കോളജിക്കൻ്റെ സെയിൽ വന്നപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ സെയിൽ വന്നപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മോയ്സ്ചറൈസർ. സെക്കൻഡ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ദേയ്ഗയുടെ അലോവേറ ജെല്ലാണ്. ഈ ഒരു അലോവേറ ജെൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും മസ്റ്റായിട്ട് വേണ്ടതാണ്. നമ്മുടെ മോയ്സ്ചറൈസർ ആയിട്ട് മാത്രമല്ല, നമുക്കൊരു സ്കിന്നൊരു ഗ്ലോ കിട്ടാനും ഒക്കെ ഈ അലോവേറ ജെല്ല് നല്ലതാണ്. ഇത് ഇത്രയും പ്യുവറാണ്. ഇതിൽ കളേഴ്സൊന്നും ആഡ് ചെയ്തിട്ടില്ല, നാച്ചുറലാണ്. ഇത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിൽ വല്ല വൂൺസോ കട്ട്സോ ഒക്കെ വരുമ്പോൾ ഈ അലോവേറ ജെൽ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ ദേയ്ഗയുടെ അലോവേറ ജെൽ എന്ന് വെച്ചാൽ റിയൽ അലോവേറ ജെല്ലിൻ്റെ അതേപോലെ തന്നെ അത്രയും ഓർഗാനിക്കാണ്. ഇവർ ഫ്രഷ് അലോവേറ ലീവ്സിന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതെന്നാണ് പറയുന്നത്. സോ കെമിക്കലൊന്നും ഇല്ലാത്ത അലോവേറ ജെൽ എന്ന് പറയുമ്പോൾ ഞാൻ ദേയ്ഗ സജസ്റ്റ് ചെയ്യുന്നു. ദേയ്ഗയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഓഫറൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ടോണറാണ്. ഞാൻ ടോണറായിട്ട് ഉപയോഗിക്കുന്ന ആൽഫ് ഗുഡ്നസിൻ്റെ 100% പ്യുവർ റോസ് വാട്ടറാണ്. ടോണർ പല ഫ്ലേവേഴ്സിലുണ്ട്. തുളസിയുടെ, പിന്നെ അതുപോലെ തന്നെ ഹണിയുടെ ഒക്കെ, അങ്ങനെ പല ഫ്ലേവേഴ്സിൽ ടോണറുണ്ട്. അപ്പോൾ റോസ് വാട്ടറാണ്. ഇപ്പോൾ നമുക്ക് ടോണർ എന്ന് പറയുമ്പോൾ വേറെ സാധനങ്ങളൊന്നും വാങ്ങണ്ട. ആക്ച്വലി റോസ് വാട്ടർ മതി ടോണറായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഈ റോസ് വാട്ടർ എന്ന് പറയുന്ന സംഭവം എല്ലാ മേക്കപ്പ് റൂട്ടീനിലും ഇത് ഇൻക്ലൂഡ് ചെയ്യാറില്ല. എപ്പോഴെങ്കിലും പറ്റുന്ന പോലെ തന്നെ മാത്രമാണ് ഞാൻ റോസ് വാട്ടർ ഉപയോഗിക്കാറ്. എന്നാലും ടോണറിൻ്റെ പർപ്പസ് ഈ റോസ് വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിൻ കെയർ, ഇങ്ങനെ ഫേസ് മാസ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ അന്നൊരു ഓട്സിൻ്റെ ഫേസ് മാസ്ക് പറഞ്ഞപ്പോൾ ഇത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വെറുതെ ഒന്ന് ഫേസിൽ സ്പ്രേ ചെയ്താൽ തന്നെ ഒരു ഫ്രഷ്നെസ് കിട്ടും. അതുപോലെ തന്നെ ഈ റോസ് വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ആക്നെയൊക്കെ വരുമ്പോൾ ഈ റോസ് വാട്ടർ അപ്ലൈ ചെയ്താൽ തന്നെ പെട്ടെന്ന് തന്നെ ആക്നെയൊക്കെ പോകും. ഇത് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. പ്രത്യേകിച്ച് ആൽഫ് ഗുഡ്നസിൻ്റെ ഫ്രഷ് പ്യുവർ റോസ് വാട്ടർ ആണെന്നാണ് അവർ പറയുന്നത്. സോ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ്. ഡാബർ റോസ് വാട്ടറിനേക്കാളും ആൽഫ് ഗുഡ്നസ് റോസ് വാട്ടർ നല്ലതാണ്. നെക്സ്റ്റ് പറയുന്നത് എൻ്റെ ഫേസ് വാഷാണ്. ഫേസ് വാഷ് രണ്ടെണ്ണം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡെയിലി യൂസിന് VLCCൻ്റെ മൾബറി ആൻഡ് റോസ് ഫെയർനെസ് ഫേസ് വാഷ്. ഇത് കോയറ്റ് കോമ്പിനേഷൻ സ്കിന്നിന് പറ്റിയ ഫേസ് വാഷാണ്. ഇതിൽ ഓറഞ്ച് ആൻഡ് ലെമൺ ഉണ്ട്. അതുപോലെ ഇതിൽ ബ്ലെമിഷസ് ഒക്കെ ഹൈഡ് ചെയ്യാൻ ഇത് സഹായിക്കുന്നതാണ്. ബട്ട് ഇതൊരു നോർമൽ ഫേസ് വാഷായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്കിത് മതി. എനിക്ക് പ്രത്യേകിച്ച് എല്ലാ സ്കിൻ ടോണിനും പറ്റിയ ഫേസ് വാഷ് എന്നാണ് പറയുന്നത്. ബട്ട് ഇത് സ്പെഷ്യലി ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നും നോർമൽ സ്കിന്നും പറ്റിയതാണ്. ഡ്രൈ സ്കിന്നാണ് നിങ്ങളുടെയെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഒരു ക്രീമി ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് എപ്പോഴും ഓഫറിൽ ആമസോണിൽ അവൈലബിൾ ആണ്. 199 റുപ്പീസിന് രണ്ടെണ്ണമൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇതും മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ്. പിന്നെ എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിയുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഫേസ് ഷോപ്പിൻ്റെ റൈസ് വാട്ടർ ബ്രൈറ്റ് ഫോമിംഗ് ക്ലൻസ്. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് എന്ത് ഓയിൽ ബേസ്ഡ് മേക്കപ്പും എല്ലാം ഇത് റിമൂവ് ചെയ്യും. വീക്കിലി ഒരു 1 or 2 ഞാൻ ഈ ഫേസ് വാഷ് ഉപയോഗിക്കാറുണ്ട്. അത് മാത്രമല്ല, ഞാൻ എൻ്റെ മേക്കപ്പ് കഴുകിക്കളയാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. ഓൺലി ഡീമറിറ്റ് എന്ന് വെച്ചാൽ ഒരിക്കലും ഇത് ഐസിൽ അപ്ലൈ ചെയ്യരുത്. ഐസിൽ അപ്ലൈ ചെയ്താൽ ഭയങ്കര ബേണിങ് സെൻസേഷൻ ആയിരിക്കും. അപ്പാർട്ട് ഫ്രം ദി ഐസ് ബാക്കി എല്ലാ മേക്കപ്പും ഈ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. മസ്റ്റ് ബൈ ആണ്. ഇതിൻ്റെ മിനി പാക്ക് 345 റുപ്പീസിൽ ഒരുപാട് സൈറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. നെക്സ്റ്റ് എൻ്റെ സൺസ്ക്രീനാണ്. ഞാൻ ഇപ്പോൾ പ്രസൻ്റ്ലി യൂസ് ചെയ്യുന്ന ആക്കോളജിക്കൻ്റെ ഇലൂമിനേറ്റ് പ്ലസ് ഡ്യൂയി സൺസ്ക്രീനാണ്. ഇതിൽ വൈൽഡ് ബെറീസ് ആൻഡ് ആൽഫ ആർബുട്ടിൻ ഉണ്ട്. SPF 50+ ആണ്.
ഇതിന് യുണീക്ക് വാട്ടർ ലോക്ക് ടെക്നോളജി, പ്രത്യേകിച്ച് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ. നമ്മുടെ ഈ ലാപ്ടോപ്പിലൊക്കെ അധികം വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഈ TV കാണുമ്പോഴും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഒരു ലൈറ്റ് നമ്മളുടെ സ്കിന്നിന് വരുമ്പോൾ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആ ബ്ലൂ ലൈറ്റ് നമ്മുടെ സ്കിന്നിലേക്ക് ഒരുപാട് നേരം അടിക്കുക. അത് നമ്മുടെ സ്കിന്നിന് മോശമാണ്. സൺലൈറ്റ് അടിക്കുന്ന പോലെ തന്നെ അധികം മോശമാണ് ഈ ബ്ലൂ ലൈറ്റ്. അപ്പോൾ അതിനും ഈ സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ തരുന്നതാണ്. ഇത് 50 ഗ്രാമിൻ്റെ പാക്കാണ്. ഇതും ബൈ 1 get 1 ഫ്രീ. ഇതും എൻ്റെ ആ ജെല്ലോ മോയ്സ്ചറൈസറും കൂടെ ഞാൻ വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ്. ഇത് ക്രീം പോലത്തെ ഉപയോഗിക്കുന്ന അങ്ങനത്തെ പാക്കേജ് ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ പഫ് പോലത്തതാണ്. 2 പാക്കേജിൽ ഇഷ്ടമുള്ള പാക്കേജ് നിങ്ങൾക്ക് എടുക്കുക. ഇതിങ്ങനെ പ്രസ് ചെയ്ത ഇതാണ്. സൺസ്ക്രീൻ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ 4 ഫിംഗേഴ്സിൽ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം. വെയിലത്ത് പോകുമ്പോൾ എവറി 2 hours നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യണം. ഇതിന് പ്രീവിയസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനെ ഒന്നും കൂടെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. മോഡിയുടെ വൈറ്റമിൻ പ്ലസ് ഹൈഡ്രേറ്റിംഗ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ. ഇതിൽ SPF 50 ഉണ്ട്. മാൻഡറിൻ ഓറഞ്ച് ആൻഡ് വൈറ്റമിൻ C പ്രത്യേകിച്ച്. ഇത് എനിക്ക് ഓഫറിൽ 199 റുപ്പീസിന് കിട്ടിയതാണ്. ഇതും നല്ലൊരു സൺസ്ക്രീനാണ്. മോഡീൻ്റെ ഒരുപാട് ഓഫേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ സൈറ്റിൽ വരാറുണ്ട്. സോ ഇതും എല്ലാ സ്കിൻ ടോണിനും ഇത് പറ്റും. പ്രത്യേകിച്ച് ഓയിലിയർ കോമ്പിനേഷൻ സ്കിൻ ടോണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് നല്ലൊരു സൺസ്ക്രീനാണ്. ഇങ്ങനൊരു പാക്കേജാണ്. ഇങ്ങനൊരു പാക്കേജ് ആകുമ്പോൾ നിങ്ങൾക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഇതിനേക്കാളും ട്രാവൽ ഫ്രണ്ട്ലി ആണ് ഈ സംഭവം. പെട്ടെന്ന് ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാം. നല്ലൊരു ഡ്യൂയി സൺസ്ക്രീൻ പോലെ വരും അത്യാവശ്യം. ഈ മൂഡിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ബോഡി മിസ്റ്റ് ഒക്കെ ഉണ്ട്. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പരിചയപ്പെടുന്നതാണ്. പിന്നെ ഫൈനലായിട്ടല്ല, അതിനും ഇനിയൊരു പ്രൊഡക്ട്സ് ഉണ്ട്. എന്നാലും എൻ്റെ മേക്കപ്പ് റിമൂവർ എന്ന് പറയുന്നത് ഗാർണിയറിൻ്റെ റിമൂവ്സ് മിസെല്ലാർ ക്ലെൻസിങ് വാട്ടർ ഇൻ ഓയിൽ. ഇതാണ് എൻ്റെ മേക്കപ്പ് റിമൂവർ. മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ചെറിയ ബോട്ടിലുണ്ട്. ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പിങ്ക് മൂടിയായിട്ട് ഒരു ബോട്ടിൽ കൂടി ഉണ്ട്. അതിലും നല്ല ഗാർണിയറിൻ്റെ തന്നെ നല്ല മേക്കപ്പ് റിമൂവറാണ്. ബട്ട് ഇതാണ് ഓയിൽ ബേസ്ഡ് മേക്കപ്പ് ഒക്കെ ഈ സംഭവം വെച്ചിട്ടാണ് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. മറ്റേത് നോർമൽ മേക്കപ്പ്, വാട്ടർ പ്രൂഫ് മേക്കപ്പ് അല്ലാത്തതൊക്കെ മറ്റേത് വെച്ച് റിമൂവ് ചെയ്യാം. ബട്ട് ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇതിൻ്റെ 165 റുപ്പീസിൻ്റെ ബോട്ടിലും ഉണ്ട്. അതും വാങ്ങാം. എനിക്ക് എപ്പോഴും വേണ്ടതുകൊണ്ട് ഞാൻ ബിഗർ ബോട്ടിൽ വാങ്ങിയതാണ്. നല്ല മേക്കപ്പ് റിമൂവറാണ്. മസ്റ്റ് ബൈ ആണ്. പ്രത്യേകിച്ച് ജെൽ ബേസ്ഡ് ഇങ്ങനത്തെ വാട്ടർ ബേസ്ഡ് മേക്കപ്പ് റിമൂവർ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ക്രീം ആകുമ്പോൾ നമുക്ക് ആദ്യം ക്രീം ഇട്ടിട്ട് കഴുകണം, പിന്നെയും വെള്ളം ഇട്ട് കഴുകണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ എപ്പോഴും വാട്ടർ ബേസ്ഡ് മേക്കപ്പ് റിമൂവർ ഒന്ന് കയ്യിൽ കരുതുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പെൻഡിങ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഞാൻ എൻ്റെ മേക്കപ്പ് വീഡിയോ പാർട്ട് 2, മേക്കപ്പ് കളക്ഷൻ്റെ വീഡിയോ പാർട്ട് 2 ഒന്നും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ മേക്കപ്പ് കളക്ഷൻ്റെ വീഡിയോ ഉറപ്പായിട്ടും ഞാൻ ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ അപ്പോൾ എൻ്റെ സ്കിൻ കെയർ വീഡിയോസിൻ്റെ ഏറ്റവും അവസാനമായിട്ട് ഞാൻ എൻ്റെ ലിപ് കെയർ ദൈഗയുടെ ബീട്രൂട്ട് ലിപ് ബാം. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് എൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ടിന്നിലുള്ള ഞാൻ അടുത്ത് നോക്കിയിരുന്നു. അതെനിക്ക് വളരെ ഇഷ്ടമായി. അപ്പോഴാണ് ഇങ്ങനത്തെ ഈ മോഡൽ ട്രാവൽ ഫ്രണ്ട്ലി ആണല്ലോ. ഇതിൽ ചെറിയൊരു റെഡ് ടിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഒന്നും ഇടാത്ത അവസരത്തിൽ ഈ ഒരു സംഭവം നല്ല എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. സ്മെല്ലൊരു കോക്കനട്ട് ഓയിലിൻ്റെ സ്മെല്ലാണ് വരുന്നത്. സോ ലിപ്സ്റ്റിക് ഒന്നും ഉപയോഗിക്കാത്ത ടൈമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ദൈഗയുടെ ബീട്രൂട്ട് ലിപ് ബാം. ഇതൊരു മസ്റ്റ് ബൈ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ എൻ്റെ സ്കിൻ കെയറിൻ്റെ സെഗ്മെൻറ്റ് കഴിഞ്ഞു. ഇനി മേക്കപ്പ് എൻ്റെ ബാക്കിയുള്ള കളക്ഷൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത വീഡിയോ മേക്കപ്പിൻ്റെ വാച്ച് ചെയ്യുക. ബൈ.